നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലികളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്വനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീരപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്ത് പറയും. ഇടുക്കുവാതിലിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ട കാര്യം പറഞ്ഞ ശേഷമാണ് കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കേണ്ട കാര്യം കർത്താവ് പറയുന്നത്. ഇടുക്കുവാതിലിലൂടെ കടക്കേണ്ടത് സഭയിലേക്കാണ്. യഹൂദ കുടുംബത്തിൽ ജനിക്കുന്നവരെല്ലാം ഇസ്രായേല്യരാണ്. എന്നാൽ വ്യക്തിപരമായി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഏറ്റുപറഞ്ഞ് സ്നാനപ്പെട്ട് യേശുവിന്റെ ശിഷ്യരാകുന്നവരാണ് സഭാംഗങ്ങൾ. അതിന് മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ബന്ധുമിത്രാദികളുടെയും ഉപദ്രവം നേരിടേണ്ടതായിട്ടുണ്ട്. സഭാജീവിതത്തിലെ ബുദ്ധിമുട്ടുകളുടെ മുന്നറിയിപ്പ് നൽകിയ ശേഷം സഭയിൽ കടന്നുകൂടാൻ ഇടയുള്ള ചെന്നായ്ക്കളായ കള്ളപ്രവാചകന്മാരെ കുറിച്ചിവിടെ മുന്നറിയിപ്പ് നൽകുകയാണ്. സഭയിലേക്ക് പ്രവേശിക്കുന്നതിന് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മതക്കാരുടെയും രാഷ്ട്രീയക്കാരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ എതിർപ്പും പ്രലോഭനവും ഭീഷണിയും ഒക്കെ ഉണ്ടാകും. അതിന് തരണം ചെയ്തു വേണം സത്യത്തിന്റെ പക്ഷത്ത് അല്ലെങ്കിൽ ആത്മരക്ഷ നേടി സഭാജീവിതം നയിക്കാൻ. പക്ഷേ സഭയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെയുമുണ്ട് പ്രശ്നങ്ങൾ. ഇസ്രായേൽ മക്കൾക്ക് ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്നതിന് ഫറവോൻ വലിയ തടസ്സമായിരുന്നു. അതുപോലെ ഫറവോന്റെ മതനേതാക്കളും മന്ത്രവാദികളും ഒക്കെ തടസ്സമായിരുന്നു. അതിനെ അതിജീവിക്കാൻ ദൈവം സഹായിച്ചു. എന്നാൽ ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ എത്തിയവർക്ക് വീണ്ടും പ്രശ്നങ്ങളുണ്ടായി. അവിടെ ചില ആളുകൾ എഴുന്നേറ്റ് പറഞ്ഞു, നമുക്ക് കാളയായിരിക്കണം ദൈവം. അതിന് കുറെ പേര് അനുകൂലിച്ചു. തങ്ങളുടെ സ്വർണമൊക്കെ കൊടുത്ത് അവര് കാളയെ വാർത്തുണ്ടാക്കാനും കാളയെ ആരാധിക്കാനും ഇടയായി. അതുപോലെ തന്നെ സഭയിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ട്. ആ തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ച് സഭയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പട്ടുമത്തെ ആയിരിക്കും പൂമത്തെ ആയിരിക്കും എന്ന് വിചാരിക്കരുത്. യേശു പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളുടെ ശത്രുക്കളാകും. നിങ്ങളെ കൊല്ലുന്നത് ഒരു വഴിപാട്, ദൈവത്തിന് വഴിപാട് കഴിക്കുകയാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാകും. തീർച്ചയായിട്ടും ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഉപദ്രവം ഉണ്ടാകും. എന്നെ പകച്ച ലോകം നിങ്ങളെയും പകയ്ക്കും എന്നാണ് യേശു പറഞ്ഞത്. ഈ ചെന്നായകളെ പോലെയുള്ള കള്ളപ്രവാചകന്മാർ വരുമെന്നാണ് യേശു പറഞ്ഞത്. ചെന്നായ അങ്ങനെ തന്നെ വരുന്നത് കണ്ടാൽ ആടുകളോടും. എന്നാൽ ആട്ടിൻ തോൽ ധരിച്ചാണ് ചെന്നായ വരുന്നതെങ്കിൽ ഓടുകയില്ല. കള്ളപ്രവാചകന്മാർ തോലണിഞ്ഞു വരുന്നത് കൊണ്ട് അവര് ആടുകളാണെന്ന് വിചാരിക്കും. പക്ഷേ അവരാടുകളെ തിന്നാനാണ് വരുന്നത്. യേശു പറഞ്ഞു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല എന്ന്. ഈ ആടുകളെ കൊണ്ട് ഉപജീവിക്കുക, ആടുകളാൽ അവർക്ക് നന്മയുണ്ടാകുക, ആടുകളാൽ തങ്ങളെ തന്നെ പോഷിപ്പിക്കുക, ഇതാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ ആടുകളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ വിശ്വാസികളുടെ നന്മയൊന്നും അവർക്ക് ലക്ഷ്യമല്ല. ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് അവരെ തന്നെ കൊഴിപ്പിക്കാൻ ആഗ്രഹിക്കാൻ, അവരെ തന്നെ അവർ ഉയർത്തി കാണിക്കും. വലിയ ആളുകളാണ്, യേശുവിനേക്കാൾ വലിയ ആളുകളാണ് എന്ന് പറഞ്ഞു കളയും.
അതിൻ്റെ എല്ലാ ഉദ്ദേശം ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുക, ശിഷ്യന്മാരുടെ കയ്യിലുള്ളത് അവര് അടിച്ചെടുക്കുക എന്നുള്ളതാണ്. യേശു പറഞ്ഞു, കള്ളപ്രവാചകന്മാരെ അവരുടെ ഫലം കൊണ്ടറിയാം. എല്ലാ കള്ളപ്രവാചകന്മാരും ഒരു കാര്യത്തിൽ ഒന്നാണ്, അവരുടെ ഉപദേശങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഒരു കാര്യത്തിൽ അവരെല്ലാം ഒരമ്മ പെറ്റ മക്കളാണ്. ദശാംശം അതെല്ലാവരും ഊന്നിപ്പറയും. ദശാംശം തന്നില്ലെങ്കിൽ ദൈവം കൊന്നുകളയും, നശിപ്പിച്ചു കളയും, ഇല്ലാതെയാക്കി കളയും, അങ്ങനെ പറഞ്ഞു കളയും. അത് കറൻസി ആയാലും സ്വർണ്ണാഭരണങ്ങളായാലും എങ്ങനെയെങ്കിലും കൈക്കലാക്കാനുള്ള ഭീഷണിയും പ്രലോഭനവും മുഖസ്തുതിയും അവർ പ്രയോഗിക്കും. അതാണ് അവരുടെ ഫലം കൊണ്ടവരെ തിരിച്ചറിയാം എന്ന് കർത്താവ് പറഞ്ഞത്. അവർ ദൈവമക്കളുടെ പണം കവർന്ന് സുഖലോലുപരായിട്ട് ധാർമ്മിക പ്രമാണങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവര് ജീവിക്കുന്നവരായിരിക്കും. അവരുടെ ഫലം കൊണ്ട് നമുക്ക് അവരെ അറിയാമെന്ന് യേശു പറഞ്ഞത് എത്ര ശരിയാണ്. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ അവർ തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും എന്നൊരു പ്രയോഗമുണ്ട്. അത് ഈ ഭൂമിയിൽ തന്നെ അവർക്ക് ഉണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. ഒരു പക്ഷെ മക്കളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ അപമാനിതരാകുന്നതിലൂടെ ആയിരിക്കാം. എന്തായാലും തങ്ങൾക്ക് തന്നെ അവർ ശീഘ്രനാശം വരുത്തും എന്നാണ് പത്രോസ് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവൃത്തികളിൽ 20:29 പറഞ്ഞു, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയാൻ അവർ വിപരീത ഉപദേശം പ്രസ്താവിക്കും. അവർ പിശാചിന്റെ ശക്തിയാൽ അത്ഭുതങ്ങളും വീരപ്രവൃത്തികളും ചെയ്യും. തെസ്സലോനിക്ക ലേഖനത്തിൽ അതുണ്ട്. ഫിലിപ്പിയിലെ വെളിച്ചപ്പാടത്തി പിശാചിന്റെ ശക്തിയാൽ പൗലൂസിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞല്ലോ. യോഹന്നാന്റെ ലേഖനത്തിൽ 5:1 യോഹന്നാൻ പറയുന്നത്, ആത്മാക്കൾ ദൈവത്തിൽ നിന്ന് ഉള്ളതോ എന്ന് നിങ്ങൾ ശോധന ചെയ്യണം എന്നാണ്. കള്ളപ്രവാചകന്മാരായ ദുരുപദേഷ്ടാക്കന്മാർ സഭയിൽ ഉണ്ടാകും എന്ന് പത്രോസും എഴുതി. എന്നാൽ എഫേസോസ് സഭ കള്ള ഉപദേഷ്ടാക്കന്മാരെ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞു നടന്നവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടു. കർത്താവ് അതിനെ ശ്ലാഘിക്കുന്നതായി വെളിപ്പാട് പുസ്തകം 2:2 നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും ഈ കള്ള ഉപദേഷ്ടാക്കൾക്ക് കവർച്ച ചെയ്യപ്പെടുവാൻ നാം അനുവദിക്കരുത്. ഈ കാര്യത്തിൽ നമുക്ക് ബുദ്ധി വളരെ ആവശ്യമാണ്. വിവേകം അല്ലെങ്കിൽ വിവേചനം നമുക്ക് വളരെ ആവശ്യമാണ്. കർത്താവ് തൻ്റെ സഭ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെയാണ് ഇവിടെ കള്ളപ്രവാചകന്മാർ ഉണ്ടാകും എന്ന് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ആരെങ്കിലുമൊക്കെ കൊട്ടിപ്പാടുന്നു, അവിടെ ആളുകൾ കൂടുന്നു എന്ന് കേട്ട് അവരുടെ പിന്നാലെ പോകാൻ ഇടയാകരുത്. യേശുവിനെ ആയിരിക്കണം നാം സ്നേഹിക്കേണ്ടത്. നമുക്ക് വേണ്ടി മരിച്ചവനെ, നമുക്ക് വേണ്ടി ചോര ചെന്നവനെ, ജീവൻ തന്നവനെ, ദൈവം മനുഷ്യനായവനെ, സർവശക്തനായി സർവജ്ഞാനിയായി ജീവിക്കുന്നവനെ, അവനെയാണ് നമുക്ക് വേണ്ടത്. അവനെ കിട്ടിയാൽ അത് മതി. നാം പ്രാർത്ഥിച്ചാൽ, ദൈവമക്കളായി തീർന്ന് നാം പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും, നമുക്ക് ഉത്തരം തരും. ഈ അപ്പോസ്തലന്മാർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ പ്രാർത്ഥിച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ചതിന് ഉപരിയായിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഉത്തരം ലഭിക്കുമോ? മക്കളായി നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അപ്പനോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പൻ കേൾക്കും, മറുപടി തരും, സഹായിക്കും. ഇങ്ങനെയുള്ള ആളുകൾ, ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ, നമ്മുടെ കാര്യം കർത്താവിനോട് പറഞ്ഞാൽ ദൈവം നമ്മോട് പറഞ്ഞതിന് വിപരീതമായിട്ട് മെച്ചമായിട്ട് അവരോട് പറയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, നമ്മള് ദൈവ മക്കളാണ്. അതിവർ പഠിപ്പിക്കത്തില്ല. നമ്മളൊക്കെ വെറും അടിമകളാണ്, ദാസന്മാരാണ്, അവരാണ് മക്കൾ, അവരാണ് അഭിഷിക്തർ എന്നാണ് പഠിപ്പിക്കുന്നത്. അത് അപകടമാണ്. യേശുവിനെ കൈക്കൊണ്ടാൽ നമ്മൾ ദൈവമക്കളായി മാറുകയാണ്. ദൈവം നമ്മുടെ അപ്പനായിട്ട് മാറുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ അപ്പനറിയാം. നമ്മളത് സ്തോത്രത്തോടെ അറിയിച്ചാൽ മാത്രം മതി. കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുവാൻ ദൈവം നമുക്ക് ബുദ്ധി തരട്ടെ. കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.